ശ്രീ ഇന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണത്തിനാണ് ശ്രീ ഇന്ന് മറുപടി പറയേണ്ടത്. കുറച്ച് നമ്മൾ ഇതുവരെ അറിഞ്ഞതും കണ്ടതും കേട്ടതും എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നിഷ്പക്ഷമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നു. ഇപ്പം മറ്റു ട്രഡീഷണൽ ആയിട്ടുള്ള ആത്മീയ രംഗത്തൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെങ്കിൽ, അതായത് മുക്തി മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ എല്ലാം മായ എന്നെല്ലാം പറഞ്ഞു ഒരു ഒളിച്ചോടുന്ന, ആന്തരികമായ ഒരു തലത്തിലേക്ക് ഒളിച്ചോടുന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ആത്മീയതയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എനിക്കൊരു സംശയം ഉണ്ടായി, അതായത് ഈ ഗുരുവിൻ്റെ തലത്തിൽ നിന്ന് എന്തായിരിക്കും ഈ ശിഷ്യനോടുള്ള ഒരു പ്രകൃതം. ഇപ്പം നമുക്ക് ശിഷ്യന്മാർക്ക് ഗുരുവിൽ നിന്ന് കിട്ടുന്ന അനുഭവമൊക്കെ നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ശിഷ്യനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതെനിക്ക് തോന്നുന്നതായിരിക്കാം. കാരണം ഞാനിങ്ങനെ നോക്കുന്നു, അപ്പോൾ എന്തോ ഞാൻ നടക്കുമ്പോൾ എന്നോടൊപ്പം ഗുരു ലയിച്ച് നടക്കുന്നത് പോലെ ഒരു അനുഭവം. അപ്പം ഈ അനുഭവം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് തോന്നുന്നതാണ്, കാര്യം ഞാൻ തന്നെ സ്വയം ക്രിട്ടിസൈസ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ എന്തുകൊണ്ടായിരിക്കും ശിഷ്യപൂജയുടെ നോട്ടത്തിലൂടെ ഈ ഗുരുസ്വരൂപം നമ്മളിലേക്ക് നിറയുന്നത്. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ചിന്ത വന്നത്. അതായത് സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീ ഇന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണത്തിനാണ് ശ്രീ ഇന്ന് മറുപടി പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ, അതായത് പണ്ട് ഇവിടെ വിശ്വാസിയായിരുന്ന ഒരു വ്യക്തി 2-3 ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതായത് അത് ഗുരു ആദിസങ്കല്പത്തിൽ ലയിക്കുന്നതിന് മുൻപ് ഗുരു ശരീരത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്ന ആളാണ്, വളരെ പണ്ട് ഉള്ള ഒരു ആള്. അപ്പോൾ പുള്ളി പറയുന്നത്, പുള്ളി ഇവിടെ വന്ന് എല്ലാം പ്രവർത്തിച്ചു, അങ്ങനെ എല്ലാം സമർപ്പിച്ചൊക്കെ ജീവിച്ചിട്ട് പുള്ളിയുടെ സ്വത്തും ആരോഗ്യവും അങ്ങനെ എല്ലാം പുള്ളിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പുള്ളി ആ വീഡിയോയിലിരുന്ന് പറയുന്നത്. അങ്ങനെ പുള്ളി ഇവിടുന്ന് പോയിട്ട് പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ഓൺലൈനിലും ഫേസ്ബുക്കിലൊക്കെ പരിചയപ്പെട്ട മറ്റൊരു ഗുരുവിൻ്റെ അടുത്ത് പുള്ളി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിക്ക് ചില യോഗ വിദ്യകളിലൂടെ, എന്തെങ്കിലുമൊക്കെ ഒരു മെഡിറ്റേഷൻ്റെ ഒക്കെ ചില വശങ്ങളിലൂടെ പുള്ളിക്ക് ചില അനുഭൂതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ പുള്ളിയുടെ എല്ലാ പ്രശ്നങ്ങളും പുള്ളിക്ക് സോൾവ് ആയെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോ നമ്മുടെ ഗുരുവിനെ തന്നെയാണ് ഇദ്ദേഹം ഇപ്പൊ പറയുന്നത്. പിന്നെ ആശ്രമത്തിന്റെ പേരൊന്നും എടുത്ത് പറഞ്ഞ് അദ്ദേഹം അപമാനിക്കുന്നില്ല എന്നതൊഴിച്ചാൽ ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമല്ലേ. ഇപ്പോ ശ്രീ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിനെ കുറിച്ച്, അതായത് ആധ്യാത്മികമായി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ജീവിതം എങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാം, നല്ല ഒരു ജീവിതം നമുക്ക് എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ ഈ ചാനലിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാള് ഇതിങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ അഭിമന്യ ശിഷ്യപൂജിതയെ കുറിച്ച് പറയുന്നതിനാണ് നമ്മളിപ്പോൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് നമ്മുടെ ശിഷ്യപൂജിതയല്ല പറയുന്നത്, നമ്മുടെ ഗുരുവിനെ തന്നെയാണ് അയാൾ ഇത്രയും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീ എന്തായാലും ഇതിനൊരു മറുപടി കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ശ്രീക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇതിന് എന്തായിരിക്കും കാരണം, അല്ലെങ്കിൽ ഇത് എവിടെയാണ് അയാൾക്ക് പെശകിയത്? അല്ലാതെ നമ്മുടെ ഗുരു സ്ഥാപിച്ച ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്, ഇതിന്റെ മഹത്വം എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഇതിന്റെ അനുഭവം ഇത്രയും വലിയ ഒരു ഗുരു പരമ്പര എന്ന് പറയാം, ലോകത്തിന് മുഴുവനും മാതൃകയാകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്ന് യഥാർത്ഥത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അത് അറിയാവുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള നമ്മുടെ ഈ പരമ്പരയെ കുറിച്ച് ഇതുപോലെ ഒരാളിരുന്ന് ഇത്രയും മോശമായിട്ട് പറയാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണല്ലോ. അപ്പോ ശ്രീ അതിനെന്താണ് ശ്രീ അതിനൊരു വിശദീകരണം കൊടുക്കാൻ നമുക്ക് കഴിയുക? സദ്ഗുരുവേ ശരണം. ഇപ്പോൾ ഈ ആധ്യാത്മിക ജീവിതത്തിൽ അല്ലെങ്കിൽ ആശ്രമ സ്വഭാവത്തിലൊക്കെ പരിണമിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ പരാതികൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ നമ്മുടെ ഈ അൺകോൺഷ്യസ് തലങ്ങളിൽ നിന്ന് ചില കർമ്മഗതികൾ നമ്മൾ ഉണർച്ചയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ ഇളകി വരുമ്പോൾ പലരും ഇതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ പറയാറുണ്ട്. പക്ഷേ ഇതൊരു നെഗറ്റീവ് സൈഡായിട്ട് കണ്ട് ചില വ്യക്തികൾ ഇതിനെ തെറ്റിദ്ധരിച്ച് ഈ നമ്മുടെ ഈ ആധ്യാത്മിക യാത്രയിൽ പിന്തിരിഞ്ഞു പോകാറുമുണ്ട്. എന്നാൽ ഇത് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇതെല്ലാം നമ്മുടെ ജീവൻ്റെ ഒരു പരിണാമത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് പോസിറ്റീവായിട്ട് പോകണമെന്നാണ് ഗുരുക്കന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്താണ് ഞാനൊരു ഒബ്സർവേഷനെ കുറിച്ച് പറയാറുള്ളത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ മനസ്സിലാകുന്നില്ല എന്നെല്ലാം വന്ന് ചില പരാതികളൊക്കെ കമൻറ്റിലൊക്കെ പറയാറുണ്ട്.
അപ്പോൾ ഇത് മനസ്സിലാകുന്ന ഒരു വിഷയം അല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, നിഷ്പക്ഷമായിട്ട് കേൾക്കണം. ഇപ്പം നമ്മുടെ ആശ്രമ സ്വഭാവത്തിൽ ആണെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരു തുടക്കക്കാർക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ആശ്രമ സ്വഭാവത്തിലുള്ള നമ്മുടെ ആശയങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഗുരു സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും മറ്റ് വലിയ വലിയ അറിവുകളും എല്ലാം അതും ഗുരു വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുടക്കത്തിലുള്ള ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു തുടങ്ങി നല്ല പ്രവർത്തിച്ച് കർമ്മത്തിലും പ്രാർത്ഥനയിലും ഒക്കെ നമ്മളൊരു ആശ്രമ പരിചയത്തിൽ ജീവിച്ച് വരുമ്പോൾ ഈ ഉന്നതമായ ആധ്യാത്മിക തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണം, അതിനെ എങ്ങനെ നേരിടണം, അവിടെ നമ്മൾ നെഗറ്റീവ് മൈൻഡിന് അടിമപ്പെട്ട് പോകാതെ എങ്ങനെ ഈ ഒരു തലം കടക്കണമെന്നുള്ളൊരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്, പൊതുവേ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തെ നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ഇപ്പോൾ എല്ലാം നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ മനസ്സിൽ ഒരു അഹന്താ സ്വഭാവത്തിലുള്ള ഒരു അസ്തിത്വം, നമ്മൾ പഠിച്ചതും കണ്ടതും കേട്ടതും ഇന്നുവരെ വായിച്ചതും അറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് അതിനൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ ഒരു കാര്യങ്ങളുണ്ട്, അതിനെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്നതിനെ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. ചിലർക്ക് എതിർപ്പുണ്ടാവും, ചിലർക്ക് അനുകൂലിക്കും. ഞാൻ പറയുന്നതുമായിട്ട് യോജിക്കുന്ന തലത്തിലുള്ള ചില വ്യക്തികൾ അനുകൂലിക്കും. പക്ഷേ എതിർക്കുകയോ അനുകൂലിക്കുകയോ ഒന്നും ചെയ്യാതെ നിഷ്പക്ഷമായിട്ട് ഇതിനെ കേൾക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിഷ്പക്ഷമായിട്ട് കേൾക്കാൻ വളരെ റിലാക്സ് ആയിട്ട് ആദ്യം നമ്മൾ അറിഞ്ഞതിനെല്ലാം ഒന്ന് മാറ്റി വയ്ക്കണം. കുറച്ച് നമ്മൾ ഇതുവരെ അറിഞ്ഞതും കണ്ടതും കേട്ടതും എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നിഷ്പക്ഷമായിട്ട് ശ്രദ്ധിക്കാൻ പഠിക്കണം. ഇപ്പം നമ്മൾ അറിഞ്ഞെന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഇപ്പോൾ വേദാന്ത സ്വഭാവത്തിലായാലും പാണ്ഡിത്യത്തിലായാലും ഗുരുമാർഗത്തിലായാലും പല തലത്തിലാണ് മനുഷ്യൻ ഉണർന്നിരിക്കുന്നത്. ഈ ഉണർച്ച എന്ന് പറയുമ്പോൾ മനുഷ്യന് ഓരോരോ തലങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഏറ്റവും താഴത്തെ തട്ടിൽ ഉണർന്നവൻ അല്ലെങ്കിൽ രണ്ടാമത്തെ തട്ടിൽ ഉണർന്നവൻ മറ്റ് കാര്യങ്ങളെയൊക്കെ മറ്റു ഗുരുക്കന്മാരും ഋഷീശ്വരന്മാരൊക്കെ ഉന്നത തലമായിട്ടുള്ള അവയർനെസ് എന്ന് സംസാരിക്കുന്നതിനെ അവരവരുടെ തലത്തിൽ മനസ്സിലാക്കിയിട്ട് അതുമായി വെച്ച് നമ്മളൊക്കെ സംസാരിക്കുന്നതിന് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് എതിർപ്പുണ്ടാകുന്നത്. ഇപ്പോൾ മതസ്വഭാവത്തിലൊക്കെ ഓരോരുത്തരും തമ്മിൽ അടിയുണ്ടാകുന്നു. ഓരോരുത്തരും മനസ്സിലാക്കിയ കാര്യത്തിനെ മറ്റൊരാളുടെ മനസ്സിലാക്കിയതുമായിട്ട് ഈ ടഗ് ഓഫ് വാർ ഉണ്ടാകുമ്പോൾ, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഈ ദേഷ്യവും പകയും വിദ്വേഷവും അടി. അപ്പം നമ്മൾ ഇതുപോലെ അടി ഉണ്ടാക്കാനുള്ള ഒരു കാര്യമല്ല, ഒരു ക്ലിയർ ഒബ്സർവേഷൻ എങ്ങനെ നമ്മളെ മനസ്സിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ള കാര്യമാണ്. ഈ ഒബ്സർവേഷനെ കുറിച്ച് സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ മനസ്സിലാക്കാൻ എല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ പഠിക്കാൻ ഭൗതിക ശാസ്ത്ര സ്വഭാവത്തിലുള്ള മനസ്സിലാക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ്, ആധ്യാത്മിക തലത്തിൽ എങ്ങനെയാണ്, ജീവിതത്തിൻ്റെ മറ്റ് ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് പരിണമിക്കുന്ന ഒബ്സർവേഷനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നില്ല. എല്ലാവരും മനസ്സുകൊണ്ട് ഇങ്ങനെ പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് അഭിനയിച്ചൊക്കെ ജീവിക്കാൻ ഒരു പേഴ്സണാലിറ്റി, ഒരു മുഖംമൂടിയൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പൊതുവെ നമ്മളെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻ, ശ്രദ്ധാഭക്തി ഉണ്ട്. അപ്പോൾ ഗുരു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധാഭക്തി കൊണ്ട് ഉണർന്ന് നമ്മുടെ പഴയ മനസ്സിന്ന് ഉണർന്ന് ഒരു പുതിയ അവബോധത്തിൽ വന്ന് നമ്മളൊരു ആത്മസാക്ഷാത്കാരം പോലെ ജീവൻ്റെ സുഹൃതമായിരിക്കുന്ന ആ സത്യത്തെ മനസ്സിലാക്കി, ഇപ്പോൾ മറ്റു ട്രഡീഷണൽ ആയിട്ടുള്ള ആത്മീയ രംഗത്തൊക്കെ ആണെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെങ്കിൽ, അതായത് മുക്തി മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ എല്ലാം മായ എന്നെല്ലാം പറഞ്ഞു ഒരു ഒളിച്ചോടുന്ന, ആന്തരികമായ ഒരു തലത്തിലേക്ക് ഒളിച്ചോടുന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ആത്മീയതയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ ഈ ആത്മാവിൻ്റെ ഒരു സുഹൃതം മനസ്സിലാക്കി, ഈ ഭക്തി ഭാവനയിൽ ഈ സത്യത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം വശം മനസ്സിലാക്കി ആ അറിവിനെ, ആ ജ്ഞാനത്തെ, ആ നിസ്വാർത്ഥമായ ത്യാഗ സ്വഭാവത്തിലുള്ള ജീവിതത്തെ നമ്മുടെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ ലോകത്തിനെയും കൂടി ശുദ്ധമാക്കി ലിബറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരുത്തരും മുക്തിയിലേക്ക് പോകാൻ. അതായത് ഓരോ വ്യക്തിയും ഓരോ ലോകമാണെന്നാണ് പറയുന്നത്. ഓരോ പുസ്തകമാണ്, ഓരോ മനുഷ്യൻ്റെ ഒബ്സർവേഷൻ ഒരു സെൻറ്ററിൽ ഒരു ലോകമാണ്. അപ്പോൾ അവൻ നേടിയ ഈ ആത്മസാക്ഷാത്കാരത്തിലൂടെ നേടിയ ഈ അറിവിനെ അവൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ വ്യാപിപ്പിച്ച് ഈ ലോകത്തിനെയും നന്നാക്കി എന്തെല്ലാം നന്മയാണോ ആ ദൈവികമായ തലത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വരേണ്ടത് അതിനെ ഇവിടെ വരുത്തി അതിനെ പൂർണ്ണമാക്കിക്കൊണ്ട് അവൻ്റെ ജീവനെ മോചിപ്പിച്ച് കൊണ്ടുപോകുന്ന, ഈ ലോകത്തിനെ ഉപേക്ഷിക്കാതെ എന്നാൽ ആന്തരികമായ തലത്തിൽ പരിണമിച്ചുകൊണ്ടുള്ള ഒരു ആധ്യാത്മിക വഴിയാണ്. ഭൗതികമായിട്ടുള്ള അതും ആത്മീയമായിട്ടുള്ളതും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു മാർഗമാണ് നമ്മുടെ ഗുരു മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ട് നമ്മുടെ അറിവിനെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം.
കാരണം നമ്മൾ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അവർ ശ്രദ്ധയുള്ള കുട്ടികളാണ്. അപ്പോൾ എന്തു പറ്റും, ഈ കുട്ടികൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായാലും അപ്പോൾ കുറച്ചു നേരം കരഞ്ഞിട്ട് പിന്നെ അങ്ങ് ഈസി ആയിട്ട് പരിണമിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ കൊണ്ട് ഭാഷ, ഇപ്പം നമ്മളൊക്കെ ഒരു ഭാഷ പഠിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു, വലുതായതിനു ശേഷം ഇംഗ്ലീഷോ മറ്റേതെങ്കിലും ഭാഷയൊക്കെ പഠിക്കാൻ കഷ്ടപ്പെടുന്നു. എന്നാൽ കൊച്ചു കുട്ടികൾ ഒട്ടും അറിവില്ലാത്തവരാണെങ്കിൽ പോലും, മറ്റ് വിദ്യാഭ്യാസത്തിനൊന്നും പറ്റാത്തവരാണെങ്കിൽ പോലും അവരുടെ മദർ ടങ്, ഇപ്പോൾ ഇംഗ്ലീഷിലുള്ളവർ ഇംഗ്ലീഷ്, മലയാളത്തിലുള്ളവർ മലയാളം, ഇത് കൊച്ചിലെ തന്നെ 3 വയസ്സുള്ളപ്പോൾ തന്നെ ഭാഷ പഠിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ, ഈ ശ്രദ്ധ കൊണ്ട് ആണ് യഥാർത്ഥ പഠനം ഉണ്ടാകേണ്ടത്. അപ്പോൾ അവിടെയാണ് ജീസസ് പറഞ്ഞിരിക്കുന്നത്, ബി ചൈൽഡ് ലൈക്ക് ടു എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ നമുക്ക് ആ ചൈൽഡ് ലൈക്ക് ആയിട്ടുള്ള മനസ്സുണ്ടെങ്കിലേ നമുക്ക് ആ ദൈവികമായിട്ടുള്ള ഒരു സാമ്രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ ചൈൽഡ് ലൈക്ക് മനസ്സെന്താണ്? ഒബ്സർവേഷൻ, ക്ലിയർ, ഒരു ബയാസ്ഡ് ആകാത്ത, മനസ്സിൻ്റെ അറിവുകൾ കൊണ്ടൊന്നും നിറയ്ക്കാത്ത, കമ്പയർ ചെയ്യാത്ത, ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത, ഇപ്പം നിഷ്പക്ഷമായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള ഈ മനസ്സാണ് ഈ ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്നത്, അതായത് കുട്ടികളെ പോലുള്ള മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതുപോലുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാൻ. അങ്ങനെ നിഷ്പക്ഷമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള 90% പ്രശ്നങ്ങളും പോകും. പിന്നെ ബാക്കിയുള്ള 10% പ്രശ്നങ്ങളെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ രീതിയിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ രാവിലെ അമ്മയോട് സംസാരിക്കുമ്പോൾ, ഒരു ഇഷ്യൂ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഞാൻ ഒരു കാര്യം ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞു, അത് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്തിനങ്ങനെ വിചാരിച്ചു എന്നും പറഞ്ഞിങ്ങനെ ഒരുപാട് വഴക്ക് കൂടി. അപ്പോൾ വഴക്ക് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അത് ഞാൻ നല്ല രീതിയിലാണ് വിചാരിച്ചത്. മറ്റത് നേരത്തേക്ക് അമ്മ പലതും തെറ്റായിട്ട് വിചാരിക്കുന്നതിന് ഞാൻ വഴക്ക് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞു, ഞാൻ നല്ല രീതിയിലാണ് വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, നല്ല രീതിയിൽ എന്തിനു വിചാരിച്ചു? കാര്യം വിചാരിക്കണ്ട. കാര്യം ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊരു കാര്യം തരുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തിനാ വിചാരം? അതിൻ്റെ ഇടയിൽ ഞാനും അമ്മയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ എന്തിനാണ് ഒരു വിചാരം? വിചാരത്തിൻ്റെ ആവശ്യമില്ല. കാര്യം ഇങ്ങനെ നല്ല രീതിയിൽ വിചാരിച്ച ഇതേ മനസ്സ് നാളെ തെറ്റായിട്ട് വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വാസന ഉണ്ടാക്കാൻ പാടില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് റിലേഷൻഷിപ്പ്, ലവ്, ഒബ്സർവേഷൻ, അവയർനെസ്സിലാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ വിചാരിക്കാൻ സമ്മതിക്കില്ല. ഒന്നും വിചാരിക്കണ്ട. നമ്മുടെ കണ്ണും കാതും ചെവിയും ഒക്കെ തുറന്നിരുന്നാൽ മാത്രം മതി. നമ്മൾ ഈ വിചാരങ്ങളൊന്നും വേണ്ട. അത് നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഭൗതികമായിട്ടുള്ള നമ്മുടെ ഓരോ പ്ലാനിങ്ങും നമ്മുടെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ വിചാരം. അപ്പോൾ ഈ വിചാരത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള റിലേഷൻഷിപ്പും ആധ്യാത്മികമായ പരിണാമവും മനസ്സിൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള കംപ്ലീറ്റ് സമൂലമായിട്ടുള്ള മോചനവും. അപ്പോൾ ഇതിനാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ല ക്ലിയർ കട്ട് ഒബ്സർവേഷൻ ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റിലാക്സ് ആയിട്ടിരുന്ന് എന്നെ ജഡ്ജ് ചെയ്യാനും ഞാൻ പറഞ്ഞതിനെ വിലയിരുത്താനും അത് ശരി തെറ്റെന്നൊന്നും നിഗമനം ചെയ്യാതെ കറക്റ്റ് നമ്മൾ സിമ്പിൾ റിലാക്സ് ചെയ്ത് നമ്മൾ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവനിൽ അത് വർക്ക് ചെയ്യും. കാരണം ഇത് ഞാൻ പറയാതെ തന്നെ നേരത്തെ ഈ ഒബ്സർവേഷനും ഈ അറിവെല്ലാം ജീവനിലുള്ളതാണ്. ഇത് ജീവൻ്റെ ക്വാളിറ്റിയാണ് ഈ ഒബ്സർവേഷൻ. എന്നിട്ട് മനസ്സിനെ നിരാകരിച്ച് മനസ്സിൻ്റെ അറിവുകളിലാലൊന്നും ബയാസ്ഡ് ആകാതെ ഒരു പുതിയ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു അറിവ് ജീവനുള്ളതാണ്. അപ്പോൾ ജീവനുള്ള അറിവിനെ ഞാൻ പഠിപ്പിക്കുന്നതല്ല, ഓർമ്മിപ്പിക്കുന്നത് മാത്രമാണ്. കാരണം അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിപ്പോയപ്പോൾ, ഇപ്പോൾ വേദാന്ത സ്വഭാവത്തിലായാലും ഇപ്പോൾ നമ്മുടെ ആശ്രമ സ്വഭാവത്തിൽ ഗുരു പറഞ്ഞതിനെക്കുറിച്ചായാലും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് പല രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ തർക്കങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നത്. ശ്രീ ഇപ്പൊ പറഞ്ഞില്ലേ, കുട്ടികളുടെ മനസ്സോടുകൂടി ഇരുന്ന് കേൾക്കുക എന്ന് പറഞ്ഞില്ലേ, മനസ്സിലാക്കാൻ ശ്രമിക്കാതെ. അപ്പൊ അതിന് ഒരു ഉദാഹരണം വെച്ചാൽ, ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് എറണാകുളം ആശ്രമത്തില് ഒരിക്കൽ ഗുരു വന്നപ്പോ എല്ലാവരോടും ഇങ്ങനെ ഗുരു സംസാരിക്കുകയാണ്. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ താഴെ ഗുരുവിനെ നോക്കി ഇങ്ങനെ ഇരിക്കാം. 10 വയസ്സിൽ താഴെ എനിക്ക് പ്രായമുള്ളൂ. അപ്പൊ ഗുരു വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് അതിലേതോ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിച്ചിട്ട് പറഞ്ഞു, അത് നിനക്കറിയാം ഇല്ലേ? അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ചിരിച്ച് തലയാട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ഗുരു എല്ലാരോടും പറഞ്ഞു, അവളിപ്പൊ കൊച്ചുകുട്ടിയാണ്, പക്ഷെ ഞാൻ പറയുന്നത് അവളുടെ ഉള്ളില് കിടന്നോളും, അത് അവളുടെ ജീവനിൽ അത് കിടക്കും എന്ന് ഗുരു പറഞ്ഞു. ഇപ്പൊ അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അത് പിന്നീട് അത് അറിഞ്ഞോളും എന്ന് ഗുരു പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ അതാണ് ഓർക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ ശ്രീ? അങ്ങനെയാണോ ഗുരു പറഞ്ഞതിന്റെ അർത്ഥം? എനിക്കറിയില്ല. അല്ലെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ജീവനിലേക്ക് അത് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ പ്രവേശിക്കുന്ന കാര്യത്തിന് ഒരു സത്യമുണ്ടെങ്കിൽ, ജീവൻ സത്യമുള്ളതാണല്ലോ, അപ്പോൾ ആ ജീവനിലൂടെ അത് വർക്കൗട്ട് ചെയ്ത് വരും.
പുറത്തേക്ക് വരും എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ മനസ്സുകൊണ്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് തെറ്റ് ശരിയെന്നൊന്നും നിഗമനം ചെയ്ത് അരിച്ച് വെക്കാതെ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവന്റെ തലത്തിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പം ഞാൻ നിരന്തരം ഇങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ ഗുരു വേണം, നമുക്ക് ആധ്യാത്മികമായി പരിണമിച്ചു പോകാൻ ഗുരുവിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അത് ഞാൻ മാത്രമല്ല, ലോക ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും ലോക ഗുരുക്കന്മാർക്കെല്ലാം ഗുരു ഉണ്ടായിരുന്ന കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ ഒരു വിഭാഗം മാത്രം ഇങ്ങനെ നമുക്ക് ഒരു ഗുരു മാത്രം എന്നിങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗുരുവിൻ്റെ ആ പുസ്തകങ്ങളിലൊക്കെ, പഴയ പുസ്തകങ്ങളിലൊക്കെ തന്നെ ഈ പരമ്പരയിൽ എക്കാലവും ആധ്യാത്മിക അനുഭൂതിയുള്ള ഒരു ഗുരു ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതിനെപ്പോലും അവർ മാറ്റി മറിച്ചിട്ട് ഒരു ഗുരു ഉണ്ടാകും എന്നും പറഞ്ഞ് പുതിയൊരു രീതിയിൽ സംസാരിക്കുന്നു. എന്തൊരു അത്ഭുതമാണ്. കാര്യം ഒരു ഗുരു ഉണ്ടാവും. അപ്പൊ പിന്നെ ഈ ആധ്യാത്മിക അനുഭൂതിയുള്ള ഒരു ഗുരു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ആധ്യാത്മിക അനുഭൂതിയുള്ള, ഇപ്പൊ നമ്മുടെ ഗുരുവിനെ കുറിച്ച് ആധ്യാത്മിക അനുഭൂതി എന്നൊന്നും പറയണ്ടല്ലോ. കാലാന്തര ഗുരു അല്ലെങ്കിൽ മഹാനായ ഗുരു ആയിട്ടുള്ള നവജ്യോതി ശ്രീ കരുണാകര ഗുരു എന്ന ഒരു ഗുരുവാണ് എക്കാലവും, അങ്ങനെയല്ലേ പറയേണ്ടത്? അല്ലെങ്കിലും ഗുരു പറഞ്ഞാൽ പോരെ, ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. ആധ്യാത്മിക അനുഭൂതിയുള്ള ഒരു ഗുരു. എന്തുകൊണ്ടാണ്? ഈ അനുഭൂതിയുള്ള ഗുരുവിലൂടെയാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, ഈ ആധ്യാത്മികമായ പരിണാമത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഈ ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് പരിണമിച്ചു വരുമ്പോൾ നമ്മുടെ ജീവനിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കർമ്മഗതികളൊക്കെ പുറത്തു വന്ന് അതിനെ പൊട്ടിച്ച് അതിനെ ശുദ്ധമാക്കുന്ന പ്രക്രിയയിൽ ഒരു മനുഷ്യ ഗുരുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുള്ള പല അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, പലപ്പോഴും ഈ മനസ്സിൻ്റെ തലത്തിൽ എനിക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, കാരണം മനസ്സിൻ്റെ തലത്തിൽ തന്നെ ഒരു സംശയം ഉണ്ടാകുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ജീവബോധത്തിൻ്റെ തലത്തിൽ നിന്ന് അതൊരു അറിവായിട്ട് എനിക്ക് കിട്ടാറുമുണ്ട്. അപ്പം ഞാനിങ്ങനെ പണ്ട് മുതലേ ആശ്രമ സ്വഭാവത്തിലൊക്കെ വരുമ്പോൾ പല സംശയങ്ങളും ഇങ്ങനെ പലരിടത്തും ചോദിക്കും. അപ്പോൾ പലരും എന്നോട് പറയും, അതിങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അത് അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി, അതിനി കൂടുതൽ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചിലർ വഴക്കൊക്കെ കൂടിയിട്ടുണ്ട്. അതായത് അപ്പം ഞാൻ വിചാരിക്കുക, അത് അങ്ങനെ അങ്ങ് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്? കാര്യം നമുക്കത് അറിയണ്ടേ, യഥാർത്ഥമായി അറിയണ്ടേ. ചുമ്മാ അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ആശയോടൊക്കെ അന്ന് പല ചെറുപ്പത്തിലൊക്കെ ഞാൻ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആശയൊക്കെ എന്നെ കാണുമ്പോൾ ഓടിക്കളയുമായിരുന്നു. കാരണം ഈ സംശയങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളിൽ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പൊതുവേ പല കാര്യങ്ങളും ആശ്രമ സ്വഭാവത്തിൽ ഇങ്ങനെയാണ് എന്നങ്ങ് പറഞ്ഞ് നമ്മളങ്ങ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൊന്നും സംശയം ചോദിക്കാൻ പോലും പാടില്ല എന്നുള്ള ഒരു രീതിയുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വിഷമമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങൾ, ഞാനിങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ, ഇപ്പോൾ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ അല്ലെങ്കിൽ ഗുരു മാർഗത്തിലൂടെയൊക്കെ പരിണമിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിങ്ങനെ അനുഭൂതി ഉള്ള ഒരു ഗുരു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശിഷ്യപൂജിതയെ തന്നെ ചിലർ പരിഹസിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭൂതിയുള്ള ഗുരുവിൻ്റെ വശം മനസ്സിലാക്കാത്തവരാണ് അങ്ങനെ പരിഹസിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു അന്വേഷണവുമായിട്ട് വരുമ്പോൾ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു തലത്തിലായിരുന്നു. അപ്പോൾ അന്ന് നമുക്കിങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ആധ്യാത്മിക ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പല സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണ എൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ ഈ അനുഭവം പറയണമെന്നുള്ളത് ഞാൻ ഇങ്ങനെ ഒന്ന് സംശയിച്ചു, കാരണം ഇത് ചിലപ്പോൾ പരിഹസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഒരു പ്രത്യേകതരം സംശയത്തിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ്, അത് പറയാതിരിക്കാനും കഴിയില്ല. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി, അതായത് ഈ ഗുരുവിൻ്റെ തലത്തിൽ നിന്ന് എന്തായിരിക്കും ഈ ശിഷ്യനോടുള്ള ഒരു പ്രകൃതം. ഇപ്പം നമുക്ക് ശിഷ്യന്മാർക്ക് ഗുരുവിൽ നിന്ന് കിട്ടുന്ന അനുഭവമൊക്കെ നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ശിഷ്യനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് എന്താണ് ഈ അനുഭവമായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഇത്ര പ്രാധാന്യം എന്നൊക്കെയുള്ള ഒരു സംശയം എനിക്കിങ്ങനെ ഉണ്ടായി. അങ്ങനെ മിക്കവാറും എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സീരിയസ് ആയിട്ട് തോന്നുന്ന സംശയങ്ങൾക്കുള്ള ആൻസർ സ്വാഭാവികമായി നാച്ചുറലായിട്ട് എങ്ങനെയോ ഗുരു അറിയിച്ചു തരാറുണ്ട്. എന്തോ ആ കരുണാമയനായിട്ടുള്ള ആ ഗുരു കാരുണ്യം കൊണ്ട് എനിക്ക് എൻ്റെ ഈ സംശയങ്ങൾ, ഞാനിങ്ങനെ ഒരു സംശയിക്കുമ്പോൾ തന്നെ അതിനുള്ളൊരു ആൻസർ കിട്ടും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ശിഷ്യപൂജയെ കണ്ട് നമസ്കരിച്ച് നമ്മളിങ്ങനെ ആരാധനാലയത്തിലോട്ട് ഇറങ്ങി പോകുമ്പോൾ പെട്ടെന്ന് ഗുരുവിൻ്റെ ഒരു രൂപം എന്നിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് ഒരു പ്രകാശ സ്വഭാവത്തിലൊരു ഗുരുവിൻ്റെ ഒരു രൂപം, അതായത് നമ്മുടെ ഇപ്പോൾ ശിഷ്യപൂജയുടെ ആ ഗുരുദർശനത്തിൻ്റെയൊക്കെ സന്നിധിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരുവിൻ്റെ ഒരു തപശക്തിക്ക് പോലും ഇത്ര പ്രകാശ സ്വരൂപങ്ങളുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ വായിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രകാശ സ്വരൂപമാണെന്ന് തോന്നുന്നു എന്നോടൊപ്പം ഇങ്ങ് വരുന്നു.
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ആരാധനാലയത്തിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഗുരുവിൻ്റെ ഒരു സ്വരൂപം എന്നിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇതെനിക്ക് തോന്നുന്നതായിരിക്കാം, കാരണം ഞാനിങ്ങനെ നോക്കുന്നു. അപ്പോൾ എന്തോ ഞാൻ നടക്കുമ്പോൾ എന്നോടൊപ്പം ഗുരു ലയിച്ച് നടക്കുന്നത് പോലെ ഒരു അനുഭവം. അപ്പം ഈ അനുഭവം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് തോന്നുന്നതാണ്, കാര്യം ഞാൻ തന്നെ സ്വയം ക്രിട്ടിസൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഈ അനുഭവം ഈ തോന്നുന്നത് മാത്രമല്ല, കാരണം ഇങ്ങനെ ഒരു ലയനാത്മകമായ ഒരു അനുഭവം വന്നതോടുകൂടി എൻ്റെ മനസ്സ് പെട്ടെന്ന് എൻ്റെ ഞാനെന്ന ഭാവത്തിൽ നിന്നങ്ങ് മാറി ഒരു പ്രത്യേക ശാന്തിയും ഒരു പ്രത്യേക അവബോധത്തിലേക്കും പരിണമിച്ചു. അതായത് ഇപ്പം ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ പാസ്റ്റും എൻ്റെ നിരാശകളും ഫ്രസ്ട്രേഷനും എൻ്റെ ഫ്യൂച്ചറും എൻ്റെ ദുഃഖങ്ങളും അല്ലെങ്കിൽ എൻ്റെ വ്യാകുലതകളും ഒരു വ്യക്തി എന്ന രീതിയിലുള്ള നമ്മുടെ അവസ്ഥകളിലുള്ള എല്ലാ ദുഃഖങ്ങളും പെട്ടെന്ന് മാറി അതെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ട് നമുക്കൊരു പ്രത്യേകമായ ഒരു അവബോധം ഇങ്ങനെ വന്നിട്ട് വളരെ ശാന്തിയും ആനന്ദവും സന്തോഷവും എന്തോ ഒരു പൂർണ്ണതയും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു പൂർണ്ണതയുമായിട്ട് ഇങ്ങനെ ഒരു ഭക്തി ഭാവനയിൽ ഇങ്ങനെ ഞാൻ നടക്കുന്നു. അപ്പോൾ എനിക്കൊരു വ്യത്യസ്തമായ ഒരു ലയനാത്മകമായ ഒരു അനുഭൂതി. അങ്ങനെ ആ ഒരു അനുഭൂതി തലത്തിൽ നിന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് എല്ലായിടത്തും ഞാനിങ്ങനെ നോക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ ചെടികളെ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ചെടിയെ കണ്ടതുപോലെ ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആകാശത്തിന് എന്തൊരു സൗന്ദര്യം. അങ്ങനെ ഞാൻ പറഞ്ഞ നമ്മുടെ ആരാധനാലയത്തിലെ ഓരോ തൂണുകളിലും ഒക്കെ നോക്കുമ്പോൾ എനിക്കെല്ലാം വ്യത്യസ്തമായിട്ട് തോന്നുന്നു, ഒരു പുതിയ ഒരു ലോകം പോലെ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു ഈ ഊർജം എല്ലായിടത്തും നോക്കൂ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഊർജത്തിനോടൊപ്പം ഒരു കരുണയും ഒരു കാരുണ്യത്തോടെ എല്ലാത്തും നോക്കൂ, എല്ലാവരെയും നോക്കൂ എന്ന് പറയുന്നു. കാരണം ഞാൻ പൊതുവായിട്ട് ആരെയും അങ്ങനെ നോക്കാറില്ല. കാരണം പണ്ടേ ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ പലതും തെറ്റിദ്ധരിച്ച് കളയും. അപ്പം ഞാനെന്ന് പറയുമ്പോൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് പലരെയും കാണുമ്പോൾ ചിരിക്കുമ്പോൾ ഒരു ദിവസം ചിരിക്കുന്ന ആൾ അടുത്ത ദിവസം ചിലപ്പോൾ ചിരിക്കൂല. കാരണം ഞാൻ എന്തോ എഴുതിയത് അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കും എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ അതോടുകൂടി തീർന്നു. പിന്നെ നമ്മളൊരു ഇന്നസെൻ്റ് ആയിട്ട് ഇതെല്ലാം മറന്ന് ഫ്രഷ് ആയിട്ട് അവരെ നോക്കുമ്പോൾ ചിലർക്ക് ദേഷ്യം എന്തെങ്കിലും, അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അറിവുകളും ഇൻഫർമേഷനും ഇതെല്ലാം വെച്ച് കൂട്ടിക്കുഴച്ചാണ് ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നത്. അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലവ് എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പരസ്പരം റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളതും കേട്ടതുമായിട്ടുള്ള ഈ അറിവുകളും ഇമേജും ജഡ്ജ്മെൻറ്റും ഒക്കെ വെച്ചിട്ടാണ് ഒരാളുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം നമുക്ക് ആ ബന്ധമേ ഇല്ല. അപ്പം നമ്മളിങ്ങനെ ചെന്ന് ഒരാളെടുത്ത് ചിരിക്കാനോ സംസാരിക്കാനൊക്കെ നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇന്നലെയൊക്കെ എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ട് ദേഷ്യം, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ വീഡിയോയിൽ സംസാരിച്ചതുമായിട്ട് ചിലർക്ക് ദേഷ്യം, ചിലർക്ക് സ്നേഹം. അപ്പം ഇത് ആർക്ക് എന്ത് ആറ്റിറ്റ്യൂഡാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ വന്ന് പലരെയും നോക്കാതെ ഇങ്ങനെ നടന്നങ്ങ് പോകും. അവിടെ നിന്ന് പരിചയമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പലരും എന്ത് അഭിപ്രായമാണ്, എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഈ ഒരു ഭാവത്തിൽ ഞാനിങ്ങനെ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിൽ നിന്ന് ഞാൻ സ്വതന്ത്രമായി. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രോബ്ലങ്ങളും എൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ക്യാരക്ടറെ മാറി. ഞാൻ ഒരു പുതിയ ഗുരുബോധം പോലത്തെ ഒരു പുതിയ ബോധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു, എന്നോട് ഉള്ളിൽ നിന്ന് പറയുന്നു എല്ലാവരെയും നോക്കൂ. കാര്യം ഈ നോട്ടത്തിലൂടെ പോലും ഈ കാരുണ്യ സ്വഭാവത്തിലുള്ള ഈ പുതിയ എനർജി എല്ലാവരിലേക്കും പോവുകയാണെന്നുള്ളൊരു അനുഭവം എനിക്ക് കിട്ടുകയാണ്. അതായത് അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നു ഞാൻ ഈ അഖണ്ഡനാമമൊക്കെ ജപിക്കുമ്പോൾ ഉറച്ച് ജപിക്കൂ. കാരണം ഈ ഒരു അവസ്ഥയിൽ നിന്ന് വരുന്ന ഓരോ അഖണ്ഡനാമ മന്ത്രങ്ങളും നമ്മുടെ നോട്ടങ്ങളും ഇതെല്ലാം ഒരു അനുഗ്രഹമായി ഈ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പം നമ്മൾ അതിലേക്ക് നടക്കുമ്പോൾ പതിവില്ലാതെ ഞാൻ ഓരോരുത്തരെയൊക്കെ ആരാധനാലയത്തിൽ നോക്കുമ്പോഴൊക്കെ അവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്തോ ഒരു കരുണാർദ്രമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുന്നു. അങ്ങനെ ഞാൻ നടന്ന് സഹകരണ മന്ദിരത്തിൽ ചെന്നിങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നു. അപ്പോൾ ഇരുന്നപ്പോൾ ഗുരുവിനെ ഓരോരുത്തരും വന്ന് നമസ്കരിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും നമസ്കരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് കാരുണ്യ സ്വഭാവത്തിൽ എന്തോ ഒരു ഗുരു സ്വഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നു എല്ലാവരെയും. അപ്പോൾ അങ്ങനെ ഈ നോട്ടം, അപ്പോൾ ഈ ഒരു പുതിയതായിട്ട് വന്ന എനർജിയുടെ ഊർജത്തിൻ്റെ ആ ഒരു ആനന്ദത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ ഊർജം നമ്മൾ നോക്കി ഈ അന്തരീക്ഷത്തിൽ മൊത്തം വ്യാപിപ്പിക്കണം എന്നൊരറിവ്. അതായത് നമ്മളിത് നമുക്ക് പിടിച്ചു വെക്കാനുള്ളതല്ല, ഇത് നമുക്ക് വേണ്ടി കിട്ടിയതല്ല. ഈ കാരുണ്യ ബോധം ഈ പ്രപഞ്ചത്തിന് തിരിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ആ ഒരു ആനന്ദത്തിൻ്റെ ആ സത്യത്തിൻ്റെ അതിങ്ങനെ നമ്മൾ നോക്കിയും നമ്മുടെ എന്തെല്ലാമോ നമ്മുടെ ഇന്ദ്രിയം കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിൽ അത് വ്യാപിപ്പിക്കണമെന്നുള്ളൊരു അറിവും. അങ്ങനെ അതെല്ലാം വ്യാപിപ്പിച്ച് ഫ്രീ ആയി ഞാൻ പിന്നെ എൻ്റെ പഴയ ബോധത്തിലേക്ക് വന്നു.
അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഗുരു, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് ഗുരു യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. എൻ്റെ അറിവിനും എൻ്റെ അവസ്ഥയ്ക്കും അനുസരിച്ച് ഗുരുവിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഇനി യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കാര്യം ഒരു സ്വരൂപം, ഒരു പ്രകാശ സ്വരൂപം നമ്മളിലേക്ക് കയറി വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും മാറ്റം ഉണ്ടായത്. അപ്പോൾ ഗുരുവിൻ്റെ തപശക്തി, ഗുരുവിൻ്റെ ആ പ്രകാശ സ്വരൂപങ്ങളുടെ കണക്കുകൾ നമ്മൾ ഈ പറഞ്ഞേക്കുന്നു. ഗുരുദർശനത്തിൽ ഇരിക്കുമ്പോൾ, ശിഷ്യപൂജയൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ആ ഗുരുവിൻ്റെ പ്രകാശ കണക്കുകൾ എത്ര സ്വരൂപങ്ങളായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്, എത്ര പ്രകാശ സ്രോതസ്സായിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു അംശം നമുക്ക് വന്നപ്പോഴത്തേക്ക് നമുക്കുണ്ടായ പരിവർത്തനം ഇതാണ്. അപ്പം ഇതിലൂടെ എൻ്റെ ആ സംശയം മാറി. അതായത് ഒരു ഗുരുബോധത്തിൽ ഇരിക്കുന്ന ആ സ്വഭാവത്തിൽ എത്രമാത്രം കാരുണ്യത്തോടെ, എത്രമാത്രം ഈ ഒരു ഊർജ്ജമാണ് ഇങ്ങനെ പ്രവഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ആത്മീയ ആചാര്യന്മാർ ഇങ്ങനെ പറയുന്നത്. അതായത് ഈ ഒരു അനുഭവത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾ ഈ ലോകത്തിലേക്ക് വരുത്താൻ പോകുന്ന മാറ്റം എന്താണ്? കാര്യം ഈ ലോകത്തിനെ മൊത്തം ശാന്തമാക്കാനും ഈ ലോകത്തിലേക്ക് അത് പരിണമിപ്പിക്കാനും മറ്റു വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരൊന്നും സംസാരിക്കാതെ പോലും അവർക്കൊരു നോട്ടം കൊണ്ട് അത് കഴിയുമെന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അത് തിരിച്ചറിയാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ ഈ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായത് ശിഷ്യപൂജിതയുടെ നോട്ടത്തിലൂടെ ഗുരുവിൻ്റെ സ്വരൂപമാണ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. ചില സമയത്ത് നമ്മളത് അറിയാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ വിശ്വസിക്കുമ്പോൾ നമുക്കിത് അറിയാൻ കഴിയുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക്, ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ ഉണർന്നാൽ, ഭക്തി ഭാവനയിൽ ഉണരുമ്പോൾ നമുക്കിത് അറിയാൻ കഴിയുന്നു. ഇനി അറിയാൻ കഴിയാത്തവരെ സംബന്ധിച്ചും ഈ ഗുരുസ്വരൂപമാണ് നമ്മളിലേക്ക് നിറയുന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ എന്തുകൊണ്ടായിരിക്കും ശിഷ്യപൂജയുടെ നോട്ടത്തിലൂടെ ഈ ഗുരുസ്വരൂപം നമ്മളിലേക്ക് നിറയുന്നത്? അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ചിന്ത വന്നത്. അതായത് ശിഷ്യപൂജിത ഗുരുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഗുരുവിനെ കണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ, വളരെ കുഞ്ഞു പ്രായത്തിൽ, അതായത് ജനിക്കും മുമ്പ് തന്നെ എനിക്ക് മറ്റൊരു അനുഭവ തലത്തിൽ ഇത് അറിയാം. ഈ കുഞ്ഞിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ ഇത് ഗുരുവിനെ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി ഗുരുവിനെ പ്രാർത്ഥിച്ച് ജീവിച്ചിട്ടുള്ള ഒരു ശിഷ്യനാണ്. അപ്പോൾ ഈ ശിഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഈ ഗുരുവിനെ ഇങ്ങനെ കണ്ടു വണങ്ങുന്നു. അപ്പോൾ ഇത് കൊച്ചിലെ തന്നെ ഗുരുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ഗുരുവിനെ ഇങ്ങനെ പ്രകാശ സ്വരൂപത്തിൽ കാണുന്നു. അതിനുശേഷം ഗുരുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ആരും പറയാതെ തന്നെ ഓടി വന്ന് നമസ്കരിക്കുന്നു. അങ്ങനെ ഗുരുവിനോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നു. അതിനുശേഷം ഗുരുവിനോടൊപ്പം ജീവിക്കുമ്പോൾ ഈ കുഞ്ഞ് എപ്പോഴും ഗുരുവിനെ തന്നെ ഇങ്ങനെ നിതാന്തമായി പ്രാർത്ഥിച്ച് 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 ഈ കുഞ്ഞിൻ്റെ മനസ്സ് മൊത്തം ഗുരുസ്വരൂപമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ എപ്പോഴും നിതാന്തമായി ഗുരുവിനെ പ്രാർത്ഥിച്ച് 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 ഈ കുഞ്ഞിൻ്റെ മനസ്സ് മൊത്തം ഗുരുസ്വരൂപമായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ഗുരുവിൽ നിന്ന് ആരെ നോക്കുന്നോ അവരിലെല്ലാം ഇങ്ങനെ ഗുരുസ്വരൂപം നിറയുന്നു. അപ്പം മനുഷ്യൻ്റെ ഒരു ഡെസ്റ്റിനിയാണ്, എല്ലാ മനുഷ്യരും ഈ ഒരു ഗുരുസ്വരൂപമായി, പ്രകാശ സ്വരൂപമായി മാറും എന്നുള്ളൊരു അനുഭവം, അല്ലെങ്കിൽ എന്നുള്ളൊരു അറിവ് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, നമ്മുടെ ഗുരു പറഞ്ഞു, ഈ ഒരു ഗുരുവിൻ്റെ ബോധതലത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം 1973 സംഭവിച്ചപ്പോൾ, ഗുരു ആ ദൈവബോധവുമായിട്ട് ഒന്നായിട്ട് ലയിച്ച് ചേർന്നപ്പോൾ ആ ദൈവബോധം ഗുരുസ്വരൂപമായി മാറുകയും, അങ്ങനെയുള്ള ആ ഗുരുസ്വരൂപത്തിനെയാണ് ശ്രീകൃഷ്ണൻ വന്ന് നമസ്കരിച്ചതെന്ന് ഗുരു നമ്മളെ അറിയിച്ചു. അതായത് ശ്രീകൃഷ്ണൻ ഈ മനസ്സും ശരീരവും ചേർന്ന എന്നെ അല്ല, ആ ബോധതലത്തിലൂടെ ആ ഗുരുസ്വരൂപമായി മാറിയ ആ രൂപത്തെ, ആ ദൈവത്തെയാണ് വന്ന് നമസ്കരിച്ചത്. ഗുരു തന്നെ പറയുന്നില്ലേ, എന്റെ രൂപം സ്വീകരിച്ചു നിൽക്കുന്ന ആ ബ്രഹ്മത്തെയാണ് നമസ്കരിച്ചതെന്നാണ് ഗുരു പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ബോധമണ്ഡലത്തിലുള്ള നമ്മുടെ വ്യക്തി സ്വഭാവം, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ സ്വന്തം അനുഭവത്തിൽ നമ്മുടെ വ്യക്തിഭാവങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിന്ന് സ്വതന്ത്രമായി ജീവൻ ഈ പരമബോധത്തിലേക്ക് ലയിക്കുമ്പോൾ ആ പരമബോധം പിന്നെ ഈ ഗുരുസ്വരൂപമായി മാറുകയാണ്. അപ്പോൾ ആ പരമമായ അവയർനെസ് ആയിട്ടിരിക്കുന്ന, ആ സത്യമായിരിക്കുന്ന, ആ ദൈവികമായിരിക്കുന്ന ബോധം ഗുരുസ്വരൂപമായി മാറി ശിഷ്യന്മാർക്ക് ഗുരു ആയിട്ട് മാറുകയും ആ ഗുരുവിലൂടെ മറ്റുള്ളവരിലേക്ക് ഇത് പകരുകയും ചെയ്യുന്ന ഒരു അനിർവചനീയമായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ തലമാണ് ഈ ഗുരുമാർഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അനുഭൂതിയുള്ള ഒരു ഗുരുവിലൂടെ ശിഷ്യന്മാർക്ക് കിട്ടുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞു, സഹകരണ മന്ദിരത്തിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാവനയ്ക്കൊത്ത ഒരു ഭക്തി ഭാവന നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സഹകരണ മന്ദിരത്തിലും ഗുരുവിൻ്റെ ആശ്രമ സ്വഭാവത്തിൽ ഗുരുവിൻ്റെ സങ്കല്പ രൂപത്തിലുള്ള പല പല സങ്കല്പ ശക്തികളും സ്വരൂപങ്ങളും ഉണ്ട്. എന്നാൽ മനുഷ്യ രൂപത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ ഉള്ള
ഇമ്പൾസിലൂടെ ആ ദൈവബോധം ഒന്നാകുമ്പോൾ, മനുഷ്യൻ്റെ ഹൃദയവും ദൈവബോധവും ഒന്നാകുമ്പോൾ ഈ ഗുരു എന്ന് പറയുന്ന തലത്തിൽ മനുഷ്യരൂപത്തിൽ പരിണമിക്കുന്ന ആ കാരുണ്യം എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ്. അതിപ്പോൾ എൻ്റെ ഒരു അനുഭവവശത്തിലൂടെ എനിക്കത് മനസ്സിലായി. കൂടാതെ ഗുരുക്കന്മാരെല്ലാം അത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കബീർദാസ് ഇങ്ങനെ പാടിയത്, ഗുരുവും ദൈവവും ഒരുമിച്ച് വന്നാൽ ഗുരുവിനെ ഞാൻ ആദ്യം വണങ്ങും എന്ന് പറഞ്ഞ കാര്യം. മനുഷ്യരൂപത്തിലിരിക്കുന്ന ഈ ഗുരു ആ ദൈവബോധത്തിനോടൊപ്പം ഈ മനുഷ്യൻ്റെ കരുണാമയനായ ഹൃദയത്തിലൂടെ ഈ മനുഷ്യ സ്വഭാവത്തിലുള്ള ആ ഫ്രീക്വൻസിയിൽ അത് അത്രമാത്രം എഫക്റ്റീവാണ്. അതേസമയം ദൈവം എന്ന് പറയുന്ന ആ പരമമായ ശക്തി ഈ മായാസ്വരൂപമായി അല്ലെങ്കിൽ നമ്മുടെ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ മെൻ്റൽ വേൾഡ് ആയിട്ടുള്ള തലത്തിൽ അത്രമാത്രം അത് അരിച്ചിറങ്ങി അത് ആ പ്രവർത്തനം വരുമ്പോൾ അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൻ്റെ അതിൻ്റെ വ്യാപ്തി കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഈ ഗുരുസ്വരൂപമായിട്ട് ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരുസ്വരൂപത്തിലൂടെ കലിയുഗത്തിൽ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുമെന്ന് മനസ്സിലായിട്ട് ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിൽ തന്നെ ഗുരുമാർഗങ്ങൾ ഉണ്ടായി. ഈ ഗുരുമാർഗത്തിൻ്റെ കറക്റ്റ് രീതിയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് ആൾക്കാരെ വഴിതെറ്റിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ യഥാർത്ഥ ഗുരുമാർഗങ്ങളിലൂടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിലുള്ള ഗുരുമാർഗങ്ങൾ കൊണ്ടുവന്ന ഇതേപോലെയൊക്കെ സംസാരിച്ച് വഴിതെറ്റിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യഥാർത്ഥ ആ ദൈവം, ആ പരമമായ ഏകം സത്യമായ ദൈവം ഗുരുസ്വരൂപത്തിലൂടെ വന്ന് മനുഷ്യൻ്റെ തലത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ ഈ കർമ്മഗതികളിൽ ഇളക്കം സംഭവിക്കുന്നത്. അതായത് അവൻ്റെ കർമ്മഗതികൾ ഓരോ മനസ്സിലായിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ കർമ്മഗതികൾക്ക് ഇളക്കം വന്ന് അതിനെ തിരിച്ച് അതിനെ വഴി തിരിച്ച് അവനെ ആ സത്യത്തിൻ്റെ ഭാവത്തിലേക്ക് സ്വതന്ത്രമാക്കി കെട്ടുകൾ അഴിച്ചു വിടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം സംസാരിച്ച ആ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോൾ ആ വ്യക്തി ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു ഗൾഫിൽ നിന്നൊക്കെ വന്ന് വളരെ കാശുകാരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം പല ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്നു. അങ്ങനെ പല പല കാര്യങ്ങളിൽ ഒരേ സമയമൊക്കെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ഗുരുവിനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങി ആ ചെറിയ രീതിയിൽ പ്രവർത്തിച്ച് അതിൻ്റേതായ ഒരു പൂർത്തീകരണത്തിൽ ഉയർന്നു വരണമെന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഗുരു പറയുമെങ്കിലും പലരും ഇതൊന്നും അനുസരിക്കാറില്ല. എല്ലാവരും ഈ ഗുരുവിൻ്റെ ഈ ഒരു വലിപ്പവും ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഗുരു രക്ഷിക്കുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ ഏറ്റവും വലിയ രീതിയിലൊക്കെ തുടങ്ങി ഒരുപാട് പാളിച്ചകൾ പറ്റിയ, ഗുരുവാക്ക് അനുസരിക്കാതെ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുള്ള വ്യക്തികളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പല രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ആദ്യകാലത്തൊക്കെ ആശയ്ക്കൊക്കെ ഉള്ള ചില അനുഭവങ്ങളൊന്ന് പറയാമോ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട്? ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടില് ഗുരുവിനോടൊപ്പം പോകാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അതായത് അന്ന് ഞാൻ ഇവിടെ യാദൃശ്ചികമായിട്ട് ഞാൻ ആശ്രമത്തിൽ വന്ന ദിവസം ഗുരുവിന്റെ കൂടെ ഞാൻ അവരുടെ വീട്ടിൽ പോയി. അപ്പൊ അന്ന് വലിയ ഒരു ആഘോഷമായിട്ട് അവരുടെ വീട്ടിൽ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. കാരണം ഗുരുവിന് വേണ്ടി അവര് വലിയ സിംഹാസനവും ഗുരുവിന് വലിയ മെത്തയും അതുപോലെ ഗുരുവിന് സ്വർണ്ണ കിരീടം, സ്വർണ്ണ പാതുകം, ഇതൊക്കെ ഇവരുണ്ടാക്കി. അത്രയും ധനികരാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം അദ്ദേഹം ഗുരുവിന് വേണ്ടി ഉണ്ടാക്കി ഇത് സമർപ്പിക്കുകയാണ്. അപ്പൊ ഗുരു അവരുടെ വീട്ടിൽ ചെല്ലുന്ന ആ ഒരു ദിവസമാണ് ഞാനും കൂടെ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവർ എത്ര ഭാഗ്യമുള്ളവരാണ്, ഇവരെന്തെല്ലാം ചെയ്യുന്നു, ഇവർ ഇത്രയും അവർക്കുള്ള പണം ഉപയോഗിച്ച് അവരെല്ലാം ചെയ്യുന്നല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ഗുരു സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഗുരു വളരെ മ്ലാനമായിരുന്നു കേട്ടോ. എന്നിട്ട് ഗുരു പറയാണ്, അതെ ഇപ്പോ ഇവൻ ഇതെല്ലാം ചെയ്തു, നിങ്ങൾ കണ്ടു, ഇതെല്ലാം അവൻ എനിക്ക് വേണ്ടി ചെയ്തതാണ്, അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ ചെയ്തതാണ്. പക്ഷെ ഇത്രയും ചെയ്യുമ്പോൾ ഇത് അത്രത്തോളം ഇതിനെ ഈ കർമ്മഗതി ഇളകി വരുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും തൂക്കത്തിൽ അവരുടെ സർവ്വ ജന്മാന്തര ദോഷങ്ങളും ഇവർ മാറ്റേണ്ടി വരും. അവിടെ അത് മാറുമ്പോൾ ഇവനിത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, ഇത് ഈ ചെയ്തത് അന്ത്യം വരെ സൂക്ഷിക്കാൻ ഇവന് പറ്റുമോ എന്ന് ഗുരു അവിടെ വെച്ച് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അയ്യോ ഇത്രയും വലിയ സമർപ്പണം ചെയ്ത ഒരാളോട് ഗുരു പറയുന്നത് ഇങ്ങനെയാണല്ലോ, അപ്പൊ അതെന്തായിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ പിന്നീട് ഒരു ദിവസം ഗുരു ഇങ്ങനെ പറയാണ്, നമ്മൾ കുറച്ചേ നമ്മൾ ചെയ്യാവുള്ളൂ. നമുക്ക് ഒരു ഭക്തി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഗുരുവിനെ മനസ്സിലായപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു വെപ്രാളത്തിൽ എല്ലാം കൂടെ നിങ്ങൾ ചെയ്യരുത്, പതുക്കെ. കാരണം അതിനുള്ള ഒരു പുണ്യം നിങ്ങൾക്കില്ല. അത്രയും നിങ്ങളുടെ കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾ തന്നെ പുതിയതായിട്ട് ജനിക്കേണ്ടി വരും. അത്രയും ദോഷം അങ്ങ് മാറും. പക്ഷെ അത് ഒറ്റയടിക്ക് വരുമ്പോൾ നമ്മൾ താങ്ങില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചേ എല്ലാം ചെയ്തെടുക്കാവുള്ളൂ എന്ന് ഗുരു പറയാറുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ശരീരത്തിന്റെ പല ഭാഗത്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഡോക്ടേഴ്സ് ഈ എല്ലാ ഓപ്പറേഷനുകളും ഒരുമിച്ച് ചെയ്യൂ,
ഇല്ലല്ലോ. അവര് പറയും ആദ്യം ഇത് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഒരാളെ തന്നെ ഓപ്പറേഷൻ തന്നെ പല രീതിയിൽ ചെയ്യുന്നത് നമുക്കറിയാം. ഇത് തന്നെയാണ് ജീവന്റെ കാര്യത്തിലും. ഒറ്റയടിക്ക് എല്ലാ ദോഷവും കൂടെ മാറണമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകരുത് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹം പല രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ പുള്ളിയുടെ രീതിയിൽ ചെയ്തു പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഭൗതികമായിട്ടുള്ള പല നേട്ടങ്ങളും, ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ ആധ്യാത്മികമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ അല്ലെ അദ്ദേഹത്തിന് നിരാശ വന്ന എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഭൗതികമായിട്ടുള്ള നേട്ടം ആധ്യാത്മിക ഗുരുക്കന്മാരുടെ അടുത്ത് എല്ലാ നേട്ടങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. എന്നാലും ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ആദ്യകാലങ്ങളിൽ, ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെയൊക്കെ ആദ്യകാലങ്ങളിൽ വരുമ്പോൾ പല രീതിയിലുള്ള അസുഖങ്ങളുള്ളവരായിരുന്നു ആശ്രമത്തിൽ വരുന്നത്. അപ്പോൾ എത്ര മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലും ഇത്ര ദിവസം എന്ന് പറയുമ്പോൾ അത് ഇവിടെ നിന്ന് മാറുമായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മ തന്നെ, അമ്മയുടെ ഒരു സഹോദരിക്ക് അന്നത്തെ കാലത്ത് ഒരു ക്യാൻസർ ഓപ്പറേഷൻ ചെയ്താൽ രണ്ടിലൊന്ന് കുഞ്ഞ് മരിക്കുമോ ജീവിക്കുമോ എന്നുള്ള ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുവരികയും ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവർ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അസുഖവുമായിട്ടൊക്കെയാണ് അമ്മയൊക്കെ ആദ്യകാലങ്ങളിൽ ഗുരുവിൻ്റെ അടുത്ത് വരുന്നത്. അതിനുശേഷം പിൽക്കാലത്ത് അമ്മ വർഷങ്ങൾക്ക് ശേഷം ആശ്രമത്തിൽ വരുമ്പോൾ ഇതേപോലെ എന്തോ രോഗങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് അമ്മയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഗുരു പറഞ്ഞു, ഇനി ഇങ്ങനെ രോഗങ്ങളൊന്നും ഉള്ള ആൾക്കാരെ ഒന്നും വിളിച്ചുകൊണ്ട് വരരുത്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒരു സത്യാന്വേഷികളും ആത്മീയ അന്വേഷികളുമായിട്ടുള്ള നല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള വ്യക്തികൾ വന്നാൽ മാത്രമേ ആശ്രമ സ്വഭാവത്തിൽ അവർ പിടിച്ചു നിൽക്കൂ. കാര്യം യഥാർത്ഥ ആത്മീയത എന്താണ്, ഒരു ജീവൻ്റെ പരിണാമം എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വരുന്ന വ്യക്തികൾ അവരുടെ കാര്യസാധ്യങ്ങളും ഭൗതിക നേട്ടങ്ങളും മറ്റു കാര്യങ്ങളും കഴിയുമ്പോൾ അവർ ആശ്രമത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തള്ളിപ്പറഞ്ഞിട്ട് പോയവരിപ്പോൾ 70 കാലഘട്ടത്തിൽ കുറേ വ്യക്തികളുണ്ട്, 80 കാലഘട്ടത്തിൽ 90 കാലഘട്ടത്തിലൊക്കെ പുതിയ പുതിയ ആൾക്കാർ വന്നു ചേരുകയും എന്നാൽ പഴയ പല ആൾക്കാരും പല കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗുരുവിനെ കുറ്റം പറയാനോ മറ്റു രീതിയിൽ ഒന്നും പറയാനൊന്നും നിന്നിട്ടില്ല. കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമില്ല. കാര്യം അവർക്കിത് വേണ്ടെങ്കിൽ അവർ താല്പര്യമില്ലെങ്കിൽ അവർ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഈ വ്യക്തിയും ആ രീതിയിൽ നോക്കുമ്പോൾ ഇനി ആശ്രമത്തെ മാറി നിന്ന് കുറ്റപ്പെടുത്താനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഈ കാര്യങ്ങൾ മൊത്തം തെറ്റാണ്, ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വേറൊരു രീതിയിൽ പോകുന്നു, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ എനിക്ക് കുറ്റം പറയാൻ തോന്നില്ല. എന്നാൽ ഇവിടെ ഇപ്പം മറ്റു രീതിയിൽ ഇപ്പോൾ എല്ലാം ശിഷ്യപൂജിതയെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ പറഞ്ഞ് വേറൊരു ആശയമൊക്കെ പറഞ്ഞ് ചില അന്ധചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം സ്ട്രൈറ്റ് ഫോർവേഡ് പറഞ്ഞിട്ട് അയാളുടെ കാര്യവും കഴിഞ്ഞ് അദ്ദേഹം പേര് പോലും പറയുന്നില്ല, ഒന്നും പറയാതെ അദ്ദേഹം പോകുന്നു. പിന്നെ അദ്ദേഹം പോയ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ പ്രാണായാമം ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡിലൂടെയൊക്കെ പോകുമ്പോൾ ചില അനുഭൂതികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചില കെമിക്കൽസുകളും അല്ലെങ്കിൽ ചില മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ചില മഷ്റൂംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മദ്യപിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പോലെ, ഇപ്പോൾ ഈ കഞ്ചാവിൻ്റെ ഒക്കെ കാര്യം പോലെ ഈ ചില കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് ചില അനുഭൂതികളൊക്കെ ഉണ്ടാകാറുണ്ട്, ചില ആനന്ദ സ്വഭാവത്തിലുള്ള അനുഭൂതികളൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചില കർമ്മഗതികൾ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ ചില മനസ്സിൻ്റെ ചില മാറ്റങ്ങൾ നമ്മളിതൊന്നും അറിയാതെ നമ്മളങ്ങ് മറന്നുപോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നമ്മളെ സപ്രസ് ചെയ്യുന്ന ചില മെത്തേഡ്സാണ് ഇപ്പോൾ ഈ പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ. അത് ഗുരു ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു കെമിക്കൽ ഫാക്ടറിയാണ്, നമ്മുടെ ബോഡിയിൽ ചില കെമിക്കൽ ചേഞ്ച് ഉണ്ടായിട്ടാണ് നമ്മൾ ഈ ആനന്ദ സ്വഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ മനോലയം കൊണ്ടുള്ള ആനന്ദമല്ല. നമ്മുടെ ആശ്രമ സ്വഭാവത്തിലാണെങ്കിൽ ദർശനം, ഇതെല്ലാം ദർശിച്ച് തെളിയണം. എന്തൊക്കെ നമ്മുടെ ജീവനിൽ അടിഞ്ഞുകൂടി നമ്മുടെ ജീവനിൽ കർമ്മഗതികളായിട്ട് കിടക്കുന്നുണ്ടോ അതിനെല്ലാം ഒബ്സർവേഷനിൽ ദർശിച്ച് ആ എനർജികളെല്ലാം ഫ്രീ ആയി ആ കർമ്മഗതികളെല്ലാം പൊട്ടിച്ച് നമ്മൾ ജീവനെ മോചനപ്പെടുത്തി എടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ അതിനൊന്നും സപ്രസ് ചെയ്യാനോ അതിനെയൊക്കെ മയക്കി കിടത്തി നമ്മളില്ല മയക്കുമരുന്ന് അടിച്ച പോലെ അതിൽ നിന്നെല്ലാം അതിവർത്തിച്ചിട്ട് പോകുന്ന അല്ലെങ്കിൽ ജീവനെ ഒരു യോഗഭ്രഷ്ടനെ പോലെ പരിണമിപ്പിക്കുന്ന ഒരു വഴിയല്ല. ജീവനെ സമ്പൂർണ്ണമായിട്ടും ദർശന സ്വഭാവത്തിൽ ഇതിനെല്ലാം കണ്ട് അഴിച്ചു കളഞ്ഞ് അവിടെ തന്നെ തനിക്ക് ദർശിക്കാൻ പറ്റാത്തതിനെ നിതാന്തമായിട്ടുള്ള ഗുരു സംസർഗത്താൽ ഗുരുവിൻ്റെ പ്രകാശം കൊണ്ട് ദർശിച്ച് അഴിച്ചു കളഞ്ഞ് കർമ്മഗതികളെല്ലാം അഴിച്ച് പൊട്ടിച്ച് ജീവനെ സ്വതന്ത്രമാക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു ഗുരുമാർഗമാണ്. അപ്പോൾ അതിൻ്റെ ആ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്ന നമ്മുടെ ഈ മാനസികാവസ്ഥയെ നമ്മളെങ്ങനെ അതിവർത്തിക്കണമെന്നുള്ള ഒബ്സർവേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻറ്റുകളും അനുഭവങ്ങളും ഒക്കെ വരുമ്പോൾ എങ്ങനെ നമ്മളെ
നമ്മുടെ മനസ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മളെ പരിവർത്തനപ്പെടുത്തണം. എങ്ങനെ നമ്മൾ ഗുരുമാർഗങ്ങളിൽ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഗുരുവാക്കിൽ പിടിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവനെ സ്വതന്ത്രമാക്കണമെന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഗുരുവാക്ക് അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ ഒരു പ്രസക്തി എത്ര വലുതാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ സഹോദരി ഭർത്താവായ പ്രവീൺ ചേട്ടൻ, അപ്പോൾ പ്രവീൺ ചേട്ടൻ്റെ ഒരു മരണം, അതിനുശേഷം ചെറുപ്പക്കാരനായ പ്രവീൺ ചേട്ടൻ്റെ മരണം, പ്രവീൺ ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള കൃഷ്ണകുമാർ ചേട്ടൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മരണം ഈ അടുത്ത കാലത്ത് സംഭവിച്ചപ്പോൾ എനിക്ക് അത്യധികം വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരണമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ടാണ്. അപ്പോൾ ഈ കൃഷ്ണകുമാർ ചേട്ടൻ പ്രവീൺ ചേട്ടൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു, അവർ രണ്ടുപേരും സഹോദരങ്ങളെ പോലെയായിരുന്നു. അപ്പോൾ ഈ ഒരു മരണം കൂടി വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം മൊത്തം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാനിങ്ങനെ പ്രവീൺ ചേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രവീൺ ചേട്ടനെ ഗുരു വളരെ സൂക്ഷിച്ചാണ് ഇവിടെ ആശ്രമത്തിൽ നിർത്തിയിരുന്നത്. അതായത് അദ്ദേഹത്തിനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോലും ആശ്രമത്തിൽ നിർത്തിയിരുന്നു, അദ്ദേഹത്തിനെ ദൂരോട്ട് എങ്ങും വിടില്ലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഈ അസുഖം വരുന്നതിന് ഒരു 2-3 മാസം മുമ്പ് നീ ഇങ്ങനെ സൂക്ഷിച്ച് അവിടെ ജീവിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരു ദോഷം വരും എന്നൊക്കെ ഗുരു ഇങ്ങനെ പറഞ്ഞതായിട്ടും ഒക്കെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ, ഇപ്പോൾ പ്രവീൺ ചേട്ടൻ്റെ പ്രീവിയസ് ബർത്തിൽ മുൻ ജന്മത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറ്റിയ ഒരു തെറ്റ്, അല്ലെങ്കിൽ എന്ത് കാരണമാണെന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ എന്നാലും പണ്ട് കാലത്തൊക്കെ ആശ്രമ സ്വഭാവത്തിൽ വരുമ്പോൾ ഗുരു ഒരാളുടെ ഒരു അസുഖം വരുമ്പോൾ, എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അതൊന്ന് നോക്കാൻ പറയും. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ജന്മത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയതായിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പമായിട്ട് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്നു, എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകുന്നു, എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ ഗുരു നമ്മളെ അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ ബ്രയാൻ വെയ്സ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്ക്, ഓവർ മില്യൺ കോപ്പി സെയിലായിട്ടുള്ളൊരു പുസ്തകമാണ് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പുസ്തകം. അപ്പോൾ അതിൽ അദ്ദേഹം സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം പലരെയും ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരുടെ രോഗങ്ങളുടെ പ്രീവിയസ് ബർത്തിലേക്ക് പോയി അവരെന്തെല്ലാം മിസ്റ്റേക്ക് പറ്റി, അതിന് കറക്റ്റ് രോഗങ്ങൾ എങ്ങനെ വന്നു, കറക്റ്റ് പ്രോബ്ലങ്ങൾ എങ്ങനെ വന്നു എന്നെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിനെ ഡോക്യുമെന്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് അദ്ദേഹം അത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ അദ്ദേഹം ഈ രോഗകാരണങ്ങൾ കണ്ടെത്തുന്നതും അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതും അതിനെ ദർശിച്ച് ആ പാസ്റ്റ് ലൈഫിൽ പോയി ദർശിച്ച് അതിനെ ഹീൽ ചെയ്തുകൊണ്ട് അവരുടെ ഫിസിക്കൽ ഇപ്പോൾ ഉള്ള രോഗങ്ങളെ അദ്ദേഹം മാറ്റിയതായിട്ട് ഗുരു നമുക്കിവിടെ ദർശന സ്വഭാവത്തെ കാണിച്ചെന്ന് അതേപോലെ അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട് അതിനെ പ്രൂവ് ചെയ്തത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പ്രവീൺ ചേട്ടൻ്റെ സ്വഭാവത്തിൽ നമ്മളിപ്പോൾ ഇന്ന ഒരു മിസ്റ്റേക്ക് കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത്, അതിനുശേഷം ആ സെയിം മിസ്റ്റേക്ക് പ്രവർത്തിക്കാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സെയിം മിസ്റ്റേക്ക് പ്രവർത്തിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ആ ടെൻഡൻസി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ പരിവർത്തനം വരികയാണ്, ഗുരുവാക്ക് അനുസരിച്ച് കൊണ്ട് പരിവർത്തനം വരികയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാം. അല്ലാത്ത സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു കാരുണ്യം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ഈ ആശ്രമ സ്വഭാവത്തിൽ നിന്നാൽ പോലും ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്ന് തെറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു പൊരുൾ ഇതാണ്. കാരണം ആ ഒരു തെറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകില്ല, നമ്മുടെ ജീവൻ അവിടെ നിന്ന് ഇത് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇനി അടുത്ത ഒരു തെറ്റിൻ്റെ ഭാഗത്തേക്ക് പലപ്പോഴും നമുക്ക് കടക്കാൻ പറ്റില്ല. അത് പ്രവീൺ ചേട്ടൻ്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തമായ അനുഭവമുണ്ട്. ആ ഒരു മിസ്റ്റേക്കിൻ്റെ ഭാഗത്തേക്ക് കടക്കാതെ അവിടെ ആ ഗുരുവിൻ്റെ ഒരു ഗ്രേസിൻ്റെ ഒരു സ്റ്റോപ്പ് ഉണ്ടാവുകയാണ്. പിന്നെ അദ്ദേഹം ആ ഡിസിഷനിൽ ആ തിരുത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അവിടെ ഗുരുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഇനി കൂടുതൽ തെറ്റിലേക്ക് അപകടങ്ങളിലേക്ക് പോകാതെ ആ ജീവനെ ഒരർത്ഥത്തിൽ ഇത് രക്ഷിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം ഞാൻ നോക്കുമ്പോൾ അന്ന് തന്നെ അദ്ദേഹത്തിനോട് 3 കീമോ കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് ഇങ്ങനെ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഹോമിയോ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം, കാര്യം ഇനി ഇത് വലിയ അപകടമായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞിങ്ങനെ ചോദിച്ചപ്പോൾ ഗുരു അത് ചെയ്യാമെന്ന് പറഞ്ഞതും, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ തന്നെ ഈ റിബൽ സ്വഭാവത്തിലൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുടെ കൂടെ നിൽക്കുന്ന ഒരു കുഞ്ഞമ്മയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു, അവരെല്ലാം കണ്ടിട്ടുള്ളതാണ് ഗുരു ഇങ്ങനെ അറിയിച്ചതും ഇദ്ദേഹം പിണങ്ങിയിരിക്കുന്നതും അവസാനം മനസ്സോടെ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഈ ചികിത്സ തുടരുന്നതും അവസാനം ആ കീമോ തന്നെ റിയാക്ഷനായി അദ്ദേഹത്തിൻ്റെ മരണ കാരണമാകുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമം ഈ ഗുരുവാക്ക് അനുസരിക്കുന്നതിലും അല്ലെങ്കിൽ ഗുരു കാണിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ തെറ്റിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അപകടം, അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെയൊക്കെ ഇവിടുത്തെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ കർമ്മം ചെയ്തു, നമ്മൾ വന്ന് ആരാധനാലയത്തിൽ ചെയ്തു എന്നെല്ലാം നമ്മൾ പലതും പറയുമ്പോഴും നമ്മൾ ഗുരുവിൻ്റെ
ഈ സത്സംഗത്തിൽ ഗുരുപ്രകാശത്തിൻ്റെ മുമ്പിൽ വന്ന് ഈ കർമ്മങ്ങൾ അഴിച്ചുകൊണ്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ നോട്ടം, ഗുരുവിൻ്റെ നസർ, ഗുരുവിൻ്റെ ആ നോട്ടം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ എത്ര വലിയ അപകടങ്ങളിൽ നിന്നും അത് രക്ഷിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആ രക്ഷിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ അടച്ചു കളയുന്നത്. പലരും ഇനിയിപ്പോൾ നമ്മൾ ഈ ഗുരുവിൻ്റെ കൂടെ വന്ന് നിന്നാൽ പോലും ഈ വിശ്വസിച്ച് സമർപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ വിശ്വസിച്ച് ഈ സത്യത്തിനോടൊപ്പം ആ രീതി ചേർന്ന് നിൽക്കാനൊക്കെ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ വാക്കനുസരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്നതായിട്ടും, അല്ലെങ്കിൽ ഈ സെയിം മിസ്റ്റേക്കിലേക്ക് പോകാൻ പോകുമ്പോൾ ആ സെയിം മിസ്റ്റേക്ക് തടയപ്പെടുന്നതായിട്ടും ഒക്കെ നമുക്കിങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദുഃഖകരമായിട്ടുള്ള, ഇത്രയും വിഷമകരമായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളിത് പഠിച്ച് നമുക്ക് ഇത്രയും ഒരു വലിപ്പമുള്ള ഒരു ഗുരുമാർഗവും, ഇങ്ങനെ ഒരു ഗുരു സംസർഗവും, ഇങ്ങനെ ഗുരുവിൻ്റെ ഒരു നോട്ടവും ആ കാരുണ്യവും, അങ്ങനെ ഗുരു ഓരോ കർമ്മഗതികളും അഴിക്കാൻ ആ ഗുരുപ്രകാശം നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുമ്പോൾ, ആത്മസമർപ്പണം ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ കർമ്മഗതികളും ഇങ്ങനെ അഴിഞ്ഞു പോകുന്നതായിട്ടും പ്രകാശ സ്വഭാവത്തിൽ അത് കണ്ട് ദർശനത്തിലൂടെ അഴിഞ്ഞു പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവൻ സ്വതന്ത്രമാകുന്നത്. അങ്ങനെ ജീവനെ സ്വതന്ത്രമാക്കാനുള്ളൊരു വഴിയും ഈ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഒരു കൽപ്പവൃക്ഷം പോലെ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ആഗ്രഹങ്ങളും, ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെല്ലാം ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെയുള്ള പല നേട്ടങ്ങളും ഈ ഗുരുദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് വളരെ അനുഭവമുള്ളതാണ്. ഇപ്പം ഞാനും ആശയമൊക്കെ 50-60 വർഷങ്ങളായിട്ട് ഈ ഗുരുമാർഗത്തിൽ തുടരുന്ന ഒരു ഫാമിലിയാണ്, 2 ഫാമിലികളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഉണ്ടായിരിക്കുന്ന ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് ഉണ്ടായിരിക്കുന്ന നേട്ടം എത്ര വലുതാണ്, എത്ര വിലമതിക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞ് നമുക്ക് ബോധിപ്പിക്കാൻ പറ്റാത്ത മഹിമയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതുപോലുള്ള ചില വ്യക്തികൾ അവർ ഇതിനെ ഉപരിപ്ലവമായിട്ട് വിലയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ യഥാർത്ഥ രീതിയിൽ അതിനെ മനസ്സിലാക്കാതെ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ പരിണമിച്ച് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അവരോട് പറയാനില്ല. അത് അവരത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗ്യത്തെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്, അത് ജീവൻ്റെ ഒരു ഉൾക്കാഴ്ചയിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഗുരുമാർഗത്തിൻ്റെ ഈ ഭാഗ്യത്തെ, ഈ ഗുരുവിൻ്റെ നോട്ടത്തെ, ഈ കാരുണ്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഒരു കർമ്മഗതി അഴിച്ചെടുക്കാൻ എങ്ങനെ ഗുരു നമ്മളെ സഹായിക്കും. അതാണ് ഈ അനുഭൂതി തലത്തിലുള്ള ഒരു ഗുരു എക്കാലവും ഉണ്ടാകുമെന്ന് പറയുന്നതിൻ്റെ ആ ഒരു മഹിമ. ആ മഹിമയും അങ്ങനെയുള്ള വാക്കും, ആ വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ പരിണമിക്കാതെ വന്നാൽ നമുക്കുണ്ടാകുന്ന അപകടം അത് വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് വ്യക്തികൾ ഇപ്പോൾ ശിഷ്യപൂജയൊക്കെ ഗുരുസ്ഥാനത്തൊക്കെ വിമർശിക്കുമ്പോൾ ചില വ്യക്തികളുടെയൊക്കെ, നമ്മളെപ്പോലത്തെ സാധാരണ വ്യക്തികളുടെയൊക്കെ പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ട്, ഇപ്പോൾ ഒരു സന്യാസ സ്വഭാവത്തിലായാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ ഗുരു നമ്മൾ ഈ ലോകം കണ്ടിരിക്കുന്ന സന്യാസിമാരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലല്ല നമ്മുടെ ഇവിടുത്തെ സന്യാസം. ഇവിടുത്തെ സന്യാസം എന്ന് പറയുമ്പോൾ ഗുരു ഓരോ വ്യക്തികൾക്കും ഓരോ പ്രത്യേക, ഇപ്പോൾ സന്യാസ സ്വഭാവത്തിൽ പ്യുവറായിട്ടുള്ളവർ അങ്ങനെ ഉണ്ടാകാം, എന്നാൽ മറ്റു പല തലത്തിലുള്ള വ്യക്തികളുടെയും പല രീതിയിലുള്ള കഴിവുകൾ, പല രീതിയിലുള്ള അവരുടെ ടാലൻറ്റുകളും അവരുടെ പല ഗുണങ്ങളും നോക്കിയിട്ട് ആണ് അവർക്ക് സന്യാസം കൊടുത്തേക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ആ ഗുണങ്ങളെ അവർക്ക് പരിപോഷിപ്പിക്കാനും അവരെ ശുദ്ധീകരിക്കാനും, എന്നാൽ അതിനോടൊപ്പം ഈ സന്യാസത്തിലൂടെ പരിണമിച്ചുകൊണ്ട് ആ സന്യാസത്തിൻ്റെ ഏറ്റവും വലിയ പൂർത്തീകരണത്തിലേക്ക് എത്താൻ, സന്യാസി എന്നുള്ള അർത്ഥത്തിലല്ല, ഈ സന്യാസത്തിൻ്റെ ആ പൂർത്തീകരണത്തിലേക്ക് എത്താനും, എന്നാൽ അവരുടെ ഓരോ ടാലൻറ്റുകളെ ഈ പ്രസ്ഥാനത്തിനും ആശ്രമത്തിനും ലോകത്തിനും ഉപകരിക്കത്തക്കവണ്ണം പരിണമിക്കുവാനും എന്നുള്ള അർത്ഥത്തിലാണ് ഗുരുവിൻ്റെ സന്യാസം. അത് ലോകത്തിൻ്റെ നിലനിൽക്കുന്ന ഒരു മുക്തിമാർഗത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ധ്യാനിച്ച് എവിടെയെങ്കിലും പോകുന്ന ഒരു സന്യാസം എന്നുള്ളതല്ല, ഈ ഭൗതികമായ ലോകത്തിന് പ്രയോജനപ്പെട്ടുകൊണ്ട് ആധ്യാത്മികമായി പരിണമിച്ച ആ ജീവനിലേക്ക്, ആ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു സന്യാസം. അത് ഗൃഹസ്ഥാശ്രമിക്കും സന്യാസിക്കും എല്ലാം ആ ഒരു രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. അങ്ങനെ പരിണമിക്കുമ്പോൾ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, എത്ര നന്മയാണോ അത്രയും തിന്മ അവനിലൂടെ ഇളകി വരും. അങ്ങനെ ഓരോരുത്തരുടെയും നന്മയും തിന്മയും എല്ലാം ഇളകി വന്ന് പുറത്തു വന്ന് അത് തെളിഞ്ഞൊക്കെ ശുദ്ധമാകുന്ന ഒരു സ്ഥലമാണ് ഒരു ആശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശ്രമ സ്വഭാവത്തിൽ മനുഷ്യർ പ്രവർത്തിക്കുമ്പോൾ, അവർ പരിണമിക്കുമ്പോൾ, അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഇളകി പുറത്തൊക്കെ വന്ന് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, കരുണാമയനായ കാരുണ്യ സ്വഭാവത്തിലുള്ള ഗുരു പലരോടും ക്ഷമിക്കുന്നത് കാണുമ്പോൾ ചിലർക്ക് ദേഷ്യം വരുന്നു. എന്നാൽ ചിലരോട് ഗുരു ദേഷ്യപ്പെടുന്നു. നല്ലവൻ ഇനി മാക്സിമം നന്നാവണം, അവൻ ഇത് കളഞ്ഞിട്ട് പോയാലും അവനെ വിടില്ല, അവൻ നന്നാവണം എന്ന് ഗുരു പറയുമ്പോൾ തെറ്റായവൻ്റെ ചില തെറ്റുകൾ ഗുരു ക്ഷമിക്കുന്നു.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഗുരുവിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണെന്ന് മനസ്സിലാക്കാതെ പലരും ഇതിനെ പരിഹസിക്കുമ്പോൾ, ഇപ്പം ചിലർ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല ലോക ഗുരുക്കന്മാരുടെ ഇപ്പോൾ രാധാസ്വാമി ഫെയ്ത്തിലൊക്കെ അവർക്ക് വളരെ സമ്പൽ സമൃദ്ധി വന്നപ്പോൾ ആ പരമ്പര നശിച്ചു പോയി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ സമ്പൽ സമൃദ്ധിയിലൊക്കെ മനുഷ്യൻ നശിച്ചു പോകാതെ ഈ ത്യാഗപ്പെട്ട് കഷ്ടപ്പെട്ട് ഈ ജീവന്റെ ഓരോ ദുഃഖങ്ങളും ഓരോ സായുജ്യങ്ങളും ഓരോ സന്തോഷവും എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടെന്നും അത് ജീവനിലേക്ക് ദൈവികതയിലേക്ക് എത്രമാത്രം ഉയർത്തുന്നു എന്നും അതിനുശേഷം ഈ ഭൗതികമായ നന്മ വന്നാലും ഇതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പക്വതയിലേക്ക് എത്തേണ്ടത് അതിൻ്റെ ആവശ്യകത എന്താണ്? ഈ എല്ലാ നന്മയിലും സമ്പത്തിലും ഐശ്വര്യത്തിലും ഇതിൽ പിടിച്ചു നിൽക്കാൻ അതിലേക്കുള്ളൊരു പക്വത എത്തിയ ഒരു പുതിയ മനുഷ്യരാശിയെ വാർത്തെടുക്കാനാണ് ഗുരു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടമായിട്ട് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ മനസ്സിനെ എത്രമാത്രം ശുദ്ധമാക്കണം, എത്രമാത്രം ഗുരുസംസർഗത്തിൽ വർത്തിക്കണം, എത്രമാത്രം വാക്കനുസരിച്ച് ജീവിക്കണം, എത്രമാത്രം പോസിറ്റിവിറ്റിയിലേക്ക് പോകണമെന്ന് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. ഓരോരുത്തരുടെയും ലോകത്തെ ശുദ്ധീകരിക്കേണ്ട കടമ നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ആശ്രമ സ്വഭാവത്തിൽ പരിണമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ മാറി നിന്ന് കുറ്റം പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പരിഹസിച്ചാലോ ഒന്നും ഈ പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന കുറ്റങ്ങളും പരിഹാസങ്ങളും കുഴപ്പങ്ങളും എല്ലാം നമ്മളിലേക്ക് തന്നെ വന്ന് വ്യാപിച്ച് അത് വീണ്ടും വളരെ മോശകരമായ കർമ്മദോഷങ്ങളായിട്ട് പരിണമിക്കും. അത് സന്തതി പരമ്പരകളിലൂടെ തലമുറകളിലൂടെ ലോകത്തിലേക്ക് വ്യാപിച്ച് നാശമായി മാറ്റും. അപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ പരിണമിക്കുന്നവർ എത്രത്തോളം പോസിറ്റിവിറ്റിയോടുകൂടി നന്മയോടുകൂടിയാണ് പരിണമിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇതുപോലെയുള്ള മറ്റു വീഡിയോകളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.